ഹലോ, ഹായ്. നികിത അറബിലാണ്. റയാൻ വാവനെ സ്കൂളിലായിട്ട് ആക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിയാട്ടോ. അപ്പോൾ ഇവിടെ നല്ല വെയിലും ക്ഷീണമൊക്കെ ആയപ്പോൾ ഞാൻ അവിടെ ഇരുന്നതാണ്. തൊട്ടടുത്ത് തന്നെ കണ്ടോ, നമ്മളുടെ കണിക്കൊന്നേൻ്റെ മരമാണ്. ഇത് നിറയെ പൂത്തിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരിക്കൽ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനിങ്ങനെ അതിലേ പോയി നോക്കുമ്പോണ്ട് നിറയെ ഇങ്ങനെ മൊട്ടിട്ട് നിൽക്കുന്നുണ്ട്, ചിലത് വിരിഞ്ഞിട്ടുണ്ട്. ഈ സമയത്തും കണിക്കൊന്ന വിരിയുന്നുണ്ട് ഇവിടെയൊക്കെ. കാലം തെറ്റി വിരിയാന്നൊക്കെ പറയുന്ന പൂ വിരിയുന്നുണ്ട്, എന്താണെന്ന് അറിയില്ല കേട്ടോ. കുറച്ചു നേരം അവിടെ ഇരുന്നപ്പോൾ ഞാൻ വീണ്ടും നടക്കുക തന്നെയാണ്. ഞാൻ എന്തോ മറന്നുപോയല്ലോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ടായിരുന്നു. സംഭവം കുട എടുക്കാൻ മറന്നുപോയി. അപ്പം അത്രയും വെയിലത്ത് ഇങ്ങനെ നടക്കുകയാണ്, നല്ല ബുദ്ധിമുട്ടാണ്. സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമേ നമ്മളുടെ പരിപ്പ്, തുവരപ്പരിപ്പ് ഒന്ന് തിളപ്പിച്ച് ഒരു പത വരുന്ന കാണുന്നില്ലേ, അത് ഒഴിവാക്കി നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ടാണ് വീണ്ടും കറിയിലേക്ക് എടുക്കുക കേട്ടോ. എനിക്കും അപ്പേട്ടനും ഒരുപോലെ ഇഷ്ടമില്ലാത്ത ഒരു കറിയാണ് ഈ സാമ്പാർ എന്ന് പറയുന്നത്. പിന്നെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കും, ഈ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ സാമ്പാർ ഉണ്ടാക്കും. ഇന്ന് ഇഡ്ഡലിയാണ്, അപ്പോൾ പിന്നെ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. മോന് റയാന് നല്ല ഇഷ്ടമാണ് സാമ്പാർ. അപ്പോൾ പിന്നെ ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ്. ചെറിയ ഉള്ളി കൊടുക്കുക, 2-3 ചെറിയ സവാള കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയ്ക്കാണ് പ്രധാനമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു, നമ്മൾ വാളംപുളി ഇടുമല്ലോ, അപ്പോൾ അത് വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോൾ ആദ്യം നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് വെക്കണം, ഇല്ലെങ്കിൽ പിന്നെ അതിൻ്റെ നല്ല വെള്ളം എടുക്കാൻ കഴിയില്ല. കുറച്ചൊന്ന് സോക്കായി കിട്ടണമല്ലോ. അപ്പോൾ അതൊന്ന് ഇതിൻ്റെ ഇടയിൽ സോക്ക് ചെയ്യാൻ വെക്കട്ടെ. ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഇട്ടെടുക്കുന്നത്. അവൾക്ക് ഉരുളക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. വെജിറ്റബിളൊക്കെ കട്ട് ചെയ്ത് വെച്ച് ഇനിയിപ്പോൾ നേരത്തെ തോരപ്പരിപ്പ് പാകാക്കിയിട്ടില്ല, അതൊന്നും കൂടി കഴുകിയിട്ട് കുക്കറിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസും തോരപ്പരിപ്പും എല്ലാം കൂടി ഇട്ട് വെള്ളം ഒഴിച്ചു, മുളക് പൊടിയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് 1-2 വിസിൽ വരുത്തണം. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോവാണ്. അപ്പം നമുക്ക് താല്പര്യമുള്ളത് കാണും, അല്ലാത്തത് ഹെഡിങ് മാത്രം വായിച്ചിട്ട് ഒഴിവാക്കും. അങ്ങനെയാണ് നമ്മളെല്ലാവരും പോലെ തന്നെ. അപ്പോൾ അതിൽ ഞാൻ ഒരു കാര്യം ഞാൻ സ്ട്രൈക്ക് ചെയ്ത് 2-3 ദിവസമായിട്ട് ഒരു ബ്യൂട്ടി വ്ളോഗറിനെ പറ്റിയിട്ട്, ലൈഫ് സ്റ്റൈൽ വ്ളോഗറാണ് അവർ, പിന്നെ പ്രൊമോഷനൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരിനെ കുറിച്ച് വല്ലാതെ നെഗറ്റീവായിട്ട് ഇങ്ങനെ വേറൊരു ചാനൽ, കുറേ ചാനൽ വന്നിട്ടുണ്ട്, പക്ഷെ ഒരു ചാനൽ ഞാനത് നോട്ടീസ് ചെയ്യാൻ കാരണം അതിൽ അവർ മുഖം കാണിക്കുന്നില്ല, AI ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ AIയിൽ വരുമ്പം നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവർ വിചാരിക്കും ഇത് ഒറിജിനൽ ആണെന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ മുഖം കാണിക്കാതെ, സ്വന്തം മുഖം കാണിക്കാതെ അവർ ഈ ഒരു റിയാക്ഷൻ വീഡിയോ പോലെ ഈ ഒരു ബ്ലോഗറിനെ വല്ലാതെ പരാമർശിക്കുന്ന രീതിയിൽ ഞാൻ നോട്ടീസ് ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വേറൊരു ബ്ലോഗറിനെ അപകർഷതയെ മുതലെടുക്കുന്നവർ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഹെഡിങ് തന്നെ കൊടുത്തത്. അത്രയും അപകർഷതാബോധം ഉള്ളത് കൊണ്ടായിരിക്കാം ഇവരുടെ ഫേസ് കാണിക്കാത്തതെന്നാണ് എനിക്കതൊന്ന് മനസ്സിലായത്. അതായത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക, ഒരു ഫോറിൻ കൺട്രിയിലൊക്കെ ഉള്ള ഒരു വ്യക്തിത്വം പോലുള്ള ഒരു AI ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ അവരുടെ വോയിസ് ഓവർ കൊടുത്തിട്ടാണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് അവർ മറ്റുള്ളവരെ കുറ്റം പറയാണ്, അപകർഷതയെ മുതലെടുക്കുന്നവർ, സബ്സ്ക്രൈബേഴ്സിനെ പറ്റിക്കുന്നവർ എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രൊമോഷൻസ് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, ബ്യൂട്ടി വ്ളോഗർ ഞാൻ ഒരുപാട് കാണുന്നുണ്ട്. ഞാൻ ഇവരുടെയൊക്കെ സബ്സ്ക്രൈബർ കൂടിയാണ് കുറേ പേരുടെ. അപ്പോൾ അവരൊക്കെ ചെയ്യുന്നത് നല്ല രീതിയിൽ തന്നെയാണ് എനിക്ക് കാണുന്നത്. കാരണം അവരത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് പ്രൊമോഷനാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇനി നോക്കണമെങ്കിൽ നോക്കുകയും ചെയ്യാം, പക്ഷേ അവരത് യൂസ് ചെയ്യുന്നുണ്ട്, അവർക്കത് ഓക്കെയാണ്. യൂസ് ചെയ്യാതെ അവരൊന്നും യൂസ് ചെയ്ത് കാണിക്കാതെ അവരൊന്നും പ്രൊമോഷൻ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നുമില്ല. എന്നിട്ട് അതെടുത്തിട്ട് ഇവരുടെ ഈ സ്വന്തം മുഖം പോലും കാണിക്കാത്ത അവരുടെ വീഡിയോയിൽ മറ്റുള്ളവരുടെ ക്ലിപ്സ് ആഡ് ചെയ്യാം. അവനവൻ്റെ മുഖം കാണിക്കാതെ മറ്റുള്ള വീഡിയോ ഉള്ള ആൾക്കാരുടെ മുഖം കാണിച്ചിട്ട് കോപ്പിറൈറ്റ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാത്ത ഇഷ്യൂ.
ഇങ്ങനെ കാണിക്കുക, വല്ലാത്തൊരു കുറ്റപ്പെടുത്തുന്ന പോലെ. അതിനെ കുറെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെയും കണ്ടുട്ടോ. നമ്മൾ ആരെയും എല്ലാരെയും ഏതൊരു ഇത് എടുക്കുകയാണെങ്കിലും റിയാക്ഷൻ എടുക്കുക, നെഗറ്റീവ് റിയാക്ഷൻ ആയാലും പോസിറ്റീവ് റിയാക്ഷൻ ആയാലും സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എങ്കിലും കൂടി ഈ ഒരു ആള് AI ക്രിയേറ്റ് ചെയ്തിട്ട് അവരുടെ ഫേസ് അവരങ്ങനെ സംസാരിക്കുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് വല്ലാതെ കുറ്റം പറയുന്ന രീതി അതൊരു ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അവർ ആ ഹെഡിങ്ങും കൂടി സ്ട്രൈക്ക് ചെയ്തുകൊണ്ടാണ് കേട്ടോ എനിക്ക് ആ ഹെഡിങ്. അപകർഷതയെ മുതലെടുക്കുന്നവരാണ് ഈ വ്ളോഗേഴ്സ്, ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് എന്നാണ് അവർ മെൻഷൻ ചെയ്യുന്നത്. അങ്ങനെ അത്രയും അപകർഷതാബോധം ഉണ്ടായിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഈ ആള് സ്വന്തം മുഖം പോലും കാണിക്കാത്തതെന്നാണ് എനിക്കതൊന്നും മനസ്സിലായിട്ടുള്ളത്. എന്തോ ആവട്ടെ, എന്തോ മനസ്സിലതിങ്ങനെ വല്ലാതെ ഇങ്ങനെ കിടക്കുക. പ്രൊമോഷൻ ചെയ്യുന്നവർ പ്രൊമോഷൻ ചെയ്തോട്ടെ, ആ പ്രൊമോഷനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ നമ്മളത് നോക്കണ്ട, അവരത് ചെയ്തു പോയിക്കോട്ടെ, നമ്മളത് അനുകരിക്കാഞ്ഞാൽ മതിയല്ലോ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ആളെ വേണ്ടാന്നുണ്ടെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക, അത്രയല്ലേ ഉള്ളൂ. നമുക്ക് അത്രയും വിവരം വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ അത്രയല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അല്ലാതെ ഇങ്ങനെ കയറി ഒരു കുടുംബത്തിൽ കയറി സംസാരിക്കുന്ന മാതിരി അവരുടെ ഫാമിലിനെയും മറ്റും അല്ലാതെ അങ്ങനെ സംസാരിക്കുന്ന രീതിയൊക്കെ അതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് ഇവിടെ പറയേണ്ട കാര്യമാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇങ്ങനെ മനസ്സിലിങ്ങനെ കിടക്കും. ഞാൻ ഒന്നിനും റിയാക്ട് ചെയ്യാത്തൊരു ആളാണ്. പക്ഷേ ഇതിങ്ങനെ വല്ലാതെ. പിന്നെ വേറൊരു സ്ത്രീ ഉണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഇങ്ങനെ വന്നിട്ട്, ഞാൻ ആരുടെയും പേര് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ അതിൻ്റെ പേര് മുതലെടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ്. മനസ്സിൽ ഇത് കാണുമ്പം പലതും കാണുമ്പം നമുക്ക് ചിലർ മനസ്സിലുള്ളത് കമൻസ് ആയിട്ട് ഇടാറുണ്ട്, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കമൻസിൽ വരാറുണ്ട്. അപ്പം ഞാനതുപോലെ ഒന്ന് പറഞ്ഞു, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അത് അത്ര ശരിയായിട്ടുള്ള കാര്യമല്ല. ഈ പറയുന്ന ആൾക്കാരാണെങ്കിലും കൂടി അവരും ഈ ഇൻകത്തിന് വേണ്ടിയിട്ടും സബ്സ്ക്രിപ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ലൈക്ക് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണല്ലോ. പക്ഷെ അത് മറ്റുള്ളവരെ അടച്ച് കുറ്റപ്പെടുത്തിയിട്ട് ആവരുതെന്ന് മാത്രമേ ഉള്ളൂ. അവരവർക്ക് നല്ലതെന്ന് തോന്നുന്നത് ചെയ്യുക, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതിരിക്കുക, മറ്റുള്ളവരെ കുറ്റം പറയാതിരിക്കുക. അങ്ങനെയാണ് എൻ്റെ ഒരു പോളിസി. ആർക്കും ദ്രോഹം ചെയ്യാത്ത രീതിയിൽ മുന്നോട്ട് പോവുക. അങ്ങനെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല കേട്ടോ, നമ്മളെ ജീവിതമേ അങ്ങനെയാണ് ഞാൻ കണക്കാക്കുന്നത്. എനിവേ, അങ്ങനെ ഞാൻ എൻ്റെ പരിപാടികളൊക്കെ എല്ലാം കുക്കറിലിട്ട് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ബാക്കി ഒക്കെ ക്ലീനിങ്ങും എല്ലാം ഒന്നും കൂടി ശരിയാക്കുകയാണ്. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. ഇങ്ങനെ കുറേ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കഴുകാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഉള്ളതൊക്കെ അപ്പം കഴുകി വെക്കും. ചില സമയം വയ്യാതെ കിടക്കുകയാണെങ്കിൽ പിന്നെ അത് കുറച്ചൊക്കെ കൂട്ടി വയ്ക്കാറുണ്ട്. ആക്ച്വലി ഇങ്ങനെ നിന്ന് പാത്രങ്ങൾ കഴുകുമ്പം എനിക്ക് ഈ നട്ടെല്ലിൻ്റെ ഭാഗത്തുനിന്ന് വല്ലാത്തൊരു പെയിന് വരാറുണ്ട്. അതെൻ്റെ അസുഖത്തിൻ്റെ ഭാഗമായിട്ടാണ്. ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ ആർക്കും വിശ്വാസം ഉണ്ടാവില്ല, എനിക്ക് മടിയായിട്ടാണ് എന്നുള്ള രീതിയിൽ ആണ് എല്ലാവരും വിചാരിക്കാറ്. പക്ഷേ ഇപ്പം അത് മടിയല്ല, എൻ്റെ ഒരു അസുഖമാണ് എന്നുള്ളത് ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ അങ്ങനെ പാത്രങ്ങൾ കൂട്ടി വയ്ക്കാറില്ല. പാത്രം കഴുകുന്ന കാര്യം മാത്രമല്ല കേട്ടോ, ഏതൊരു ജോലി എടുക്കുകയാണെങ്കിൽ അത് കൂടുതൽ നേരം നിന്നിട്ടോ അല്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്തിട്ടൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാറില്ല. പക്ഷേ എല്ലാ വർക്കും ഞാൻ തന്നെ ചെയ്യും കേട്ടോ. അതിൽ വേറെ ആരെ ഒന്ന് ഹെൽപ്പ് ചോദിക്കാൻ ആരുമില്ല. ഇനി വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, ആരെങ്കിലുമൊക്കെ വെക്കാം, ഒരു മെയ്ഡിനെയൊക്കെ വെക്കാം. പക്ഷെ അതിനൊന്നും ഇപ്പം എനിക്ക് താല്പര്യമില്ല. ഞങ്ങൾ രണ്ടാളും മോനും മാത്രമല്ലേ ഉള്ളൂ. അപ്പം അത്ര ഞങ്ങൾക്കുള്ള ആ ഒരു കാര്യങ്ങൾ മാത്രമല്ലേ നോക്കാനുള്ളൂ. അതിന് വേറൊരാൾ വേണമെന്ന് തോന്നിയിട്ടില്ല. അതുകൊണ്ട് മാക്സിമം ഞാൻ തന്നെ എല്ലാം തന്നെ ചെയ്യും. എല്ലാവരും പറയും അപ്പോൾ എല്ലാവരുടെ വീട്ടിലെ കാര്യം നോക്കണം. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ കുറച്ചൊരു മോശമാണ്. ഇനി ഒന്ന് പുറത്ത് പോവാനുണ്ട്, വാവനെ സ്കൂളിൽ നിന്ന് കൂട്ടാനുണ്ട്. അപ്പം ഏട്ടൻ ഇപ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ വരുന്നുണ്ട്. വാവനെയും കൂട്ടിയിട്ട് വരാം എന്നാണ് പറഞ്ഞത്. രാവിലെ പോകുമ്പോൾ സൈക്കിളിനാണ് പോയത്. എനിക്ക് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് 2 എക്സസൈസ് മാത്രമേ എനിക്കിപ്പോൾ ചെയ്യാൻ പാടുള്ളൂ. ഒന്ന് നടത്തം, ഒന്ന് സ്വിമ്മിങ് എനിക്ക് അറിയില്ല. പിന്നെ ഇവിടെ സ്വിമ്മിങ്ങിനുള്ള
ഇനി പഠിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ അതിനുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇപ്പം ഇവിടെ അടുത്തൊന്നും ഇല്ല. അപ്പം നടക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ഓപ്ഷൻ ഉള്ളത്. അപ്പം നടക്കാൻ പോകണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലാണ്. അപ്പം 3 സ്റ്റെയർ കോണിപ്പടികൾ ഇറങ്ങിയിട്ട് വേണം താഴെ എത്താനും. അത് താഴെ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് അതേപോലെ ഇത്രയും കയറി വരണം. അപ്പം അതെനിക്ക് സ്ട്രെയിൻഫുൾ ആണ്. കാരണം രാവിലെ മോനെ സ്കൂളിൽ വിടണം, തിരിച്ച് കൂട്ടിക്കൊണ്ടുവരണം. അപ്പം അപ്പോൾ തന്നെ 2 പ്രാവശ്യം കയറലും ഇറങ്ങലുമായി. പിന്നെ എന്തെങ്കിലും പുറത്ത് സൂപ്പർ മാർക്കറ്റിലോ എന്തെങ്കിലും പോകണമെങ്കിൽ, വേറെ എന്തെങ്കിലും കാര്യത്തിന് പോകണമെങ്കിൽ പിന്നെയും ഇതുപോലെ ഇറങ്ങണം. അപ്പം അത് ഭയങ്കര ഒരു സ്ട്രെയിനായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മാക്സിമം ഏട്ടൻ ഇപ്പോൾ വണ്ടി അവിടെ വെച്ചിട്ട് 2 വീലറൊക്കെ വെച്ചിട്ട് ചില ദിവസങ്ങളിൽ പോകും. അങ്ങനെയാകുമ്പോൾ എനിക്ക് ആ നടത്തം ഒഴിവായി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അതായത് എനിക്ക് വേണ്ടുന്ന പ്രോപ്പർ എക്സസൈസ്, ആ വാക്കിങ് പോലും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഈ സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നത് കാരണം. കഥ പറഞ്ഞ് നമ്മളുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. സാമ്പാറിൽ നമുക്ക് വറവിടാൻ, ഞാൻ വറവിടുന്ന എനിക്ക് കടുക് ഇഷ്ടമല്ല, അപ്പം അതുകൊണ്ട് ഞാൻ വറവൊന്നും ഇടുന്നില്ല. അപ്പം ഇങ്ങനെയാണ് എൻ്റെ തട്ടിക്കൂട്ട് സാമ്പാർ. ഇതിൻ്റെ ഇടയിൽ ഞാൻ പുളിവെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ കായം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ സാമ്പാർ ഞങ്ങൾക്ക് ഒരു നേരത്തേക്കാണ്. ഇത് ഞങ്ങൾ 3 പേരും കഴിച്ചാലും ബാക്കിയാണ് കേട്ടോ. വാവനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. നല്ല കാറ്റാണ്, കാറ്റിലിങ്ങനെ നല്ല വെയിൽ, നല്ല കാറ്റ്, അങ്ങനെയാണ്. അപ്പം ഇനി വാവനെ പോയിട്ട് കൂട്ടണം. വെയിലൊന്നും വക വെക്കുന്നില്ല. അച്ഛന് വാവനെ ഫോട്ടോ എടുത്തേ മതിയാവൂ എന്നുള്ള രീതിയിലാണ്. ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം നിക്ത റബിൽ. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.